നൂറ വന്നിരിക്കുന്നത് ഫിനാലെ വീക്കിലേക്കാണ്, അല്ലാതെ ടോപ്പ് 5-ലല്ല. നൂറയാണെങ്കിൽ ബലൂൺ ചുരുങ്ങുന്ന പോലെ ചുരുങ്ങിപ്പോയിട്ടോ. ആകെ സങ്കടത്തിലായി ടോപ്പ് 5-ൽ എത്തി എന്നുള്ളൊരു സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിലല്ലെന്ന് ലാലേട്ടൻ അല്പസമയം മുമ്പ് അറിയിക്കുക മാത്രമല്ല, വിഷലിൽ വന്ന് ഒരാളെ കൂടി സേവ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നൂറ ടിക്കറ്റ് ഫിനാലെ കരസ്ഥമാക്കി ഫിനാലെ വീക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. നൂറക്കും കുടുംബാംഗങ്ങൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ടോപ്പ് 5-ൽ എന്നുള്ളത്. എന്നാൽ നൂറയും ആദിലയും മാത്രം സങ്കടത്തിൽപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ ആ ഒരു വാർത്ത അറിയിച്ചിരിക്കുകയാണ്. നൂറ് ടോപ്പ് 5-ലല്ല, ഫിനാലെ വീക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നൂറ് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് പോവാം. ആ ഒരു വിവരം കൂടി ലാലേട്ടൻ അറിയിച്ചിട്ടുണ്ട്, പറയാതെ പറഞ്ഞിട്ടുണ്ട്. നൂറയുടെയും ആദിലയുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറി, അയ്യോ ടോപ്പ് 5-ലല്ലേ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു ധാരണ നൂറയ്ക്ക് ഉണ്ടായിരുന്നു, അത് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫിനാലെ വീക്കിലെ നൂറയുടെ ഒപ്പം മറ്റൊരാൾ കൂടി എത്തിയിരിക്കുകയാണ്, അനുമോളെ സേഫ് ആക്കിയിട്ടുണ്ട്. ലാലേട്ടൻ ചെറിയൊരു ക്ലൂവൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുക്കളയിലുണ്ടാവും, ഊഞ്ഞാലിലുണ്ടാവും, വെസലിലുണ്ടാവും, ഊഞ്ഞാലിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഡൗട്ട് അനീഷാണോ നിവിനാണോ അങ്ങനെ പലരുടെയും പേരൊക്കെ പറയുന്നുണ്ട്. അവസാനം അനുമോളെ തന്നെ എഴുന്നേപ്പിച്ച് നിർത്തി ലാലേട്ടൻ പറഞ്ഞു അനുമോളാണ് സേഫ് ആയിരിക്കുന്നതെന്ന്. അനുമോൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് കണ്ടത്. എന്തായാലും ഫിനാലെ വീക്കിൽ അനുമോൾ എത്തിയിരിക്കുന്നു. ടോപ്പ് 5-ൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്തായാലും ഇനി ആരൊക്കെയാണ് സേഫ് ആവാൻ പോകുന്നത്, ആരൊക്കെയാണ് പുറത്തു പോകാൻ പോകുന്നത്? ഒരാൾ എന്തായാലും പുറത്തു പോകും. ഒരാളാണോ രണ്ടാളാണോ? ഒരു ടാസ്കിൽ നിവിൻ പോയി തിരിച്ചു വന്നില്ലെങ്കിൽ നിവിൻ പോകും. ഓൾറെഡി വോട്ട് കുറഞ്ഞ ആളും പോകും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.